ഹലോ, ഇറ്റ്സ് മീ ഷഫാന. സോ ഒരു സ്ത്രീക്ക് അവരുടെ ഭർത്താവിൻ്റെ വീട്ടുകാരെ ഇഷ്ടപ്പെടാൻ പറ്റാതിരിക്കുക, അവരോട് വെറുപ്പ് തോന്നുക, ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഭർത്താവിന് അവിടെ ചെറിയൊരു പങ്കുണ്ട്. അതായത് ഈ ഭാര്യയുടെയും ഭർത്തൃ വീട്ടുകാരുടെയും ഇടയിലുള്ള ഒരു പാലാണ് ഈ ഭർത്താവ്. അപ്പോൾ ഈ പാലം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണെങ്കിൽ ഇതിലൂടെയുള്ള യാത്രയും ദുഷ്കരമായിരിക്കും. ഭർത്താവ് എങ്ങനെയാണോ ഭാര്യയെ ട്രീറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണോ അവളുടെ ഇഷ്ടങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് അവൾക്ക് വാല്യൂ ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ടാണ് ചുറ്റുമുള്ള ആൾക്കാരും അവളെ ട്രീറ്റ് ചെയ്യുന്നത്. അത് പലപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നറിയില്ല. ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ സംഭവിക്കുന്ന സമയത്ത് ഭാര്യമാരെ ഭർത്താക്കന്മാരുടെ എന്തേലും ഒരു ആക്ഷന് വേണ്ടിയിട്ട് കാത്തിരിക്കും. അത് വളരെ പ്രകോപിതമായ രീതിയിൽ, വളരെ അഗ്രസീവായ രീതിയിൽ, വീട്ടുകാരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ആക്ഷൻസ് ഒന്നും അല്ല. ചിലപ്പോൾ ഒരു നോട്ടമോ അവളുടെ കൂടെ നിൽക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ അവൾ പ്രതീക്ഷിക്കും. അപ്പോൾ ഈ പ്രതീക്ഷകളൊക്കെ മറികടന്നിട്ട് ചില നേരത്തെ ഹസ്ബൻഡ്സിൻ്റെ മൗനമുണ്ട്, വല്ലാത്തൊരു സൈലൻസ്. എല്ലാ പ്രശ്നങ്ങൾ കഴിയുമ്പോഴും ഒന്നും മിണ്ടാതെ ഒരു നോക്കുകുത്തിയെ പോലെ എനിക്കിതിൽ വലിയ റോളൊന്നുമില്ല എന്ന് കാണിച്ചുകൊണ്ടുള്ള ചില മൗനങ്ങൾ ശരിക്കും പറഞ്ഞ ബെട്രയലാണ്. കാരണം എല്ലാം ത്യജിച്ച് തന്നെ വിശ്വസിച്ചിട്ട് ഈ ഭർത്താവിൻ്റെ കൂടെ ഇറങ്ങി വന്ന ആളാണ് ഭാര്യ. ഒരിക്കലും കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാൻ കല്യാണം കഴിഞ്ഞ് ആ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവരെ നാലാക്കി പിരിക്കും, ആ വീട് ഞാൻ കുളം തോണ്ടും, ഇല്ലെങ്കിൽ അവരുടെ സമാധാനം മൊത്തം ഞാൻ കളയും, ആ വീട് നരകം തുല്യമാക്കി തീർക്കും എന്നൊന്നും വിചാരിച്ചിട്ടൊന്നുമല്ല ഒരു പെൺകുട്ടിയും കല്യാണം കഴിക്കുന്നത്. ആ സമയത്ത് അവരുടെ വലിയ ആഗ്രഹം എന്ന് പറയുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാവരുടെയും കണ്ണിലുണ്ണി ആവുക, ഭർത്തൃമാതാവിനെ എൻ്റെ സ്വന്തം അമ്മയായിട്ട് ഉമ്മയായിട്ട് കാണുക, അവരിൽ ഒരാളാവുക, അവരുടെ ഫേവറേറ്റ് ആവുക, ഇതൊക്കെ തന്നെയാണ് എല്ലാവരുടെയും സ്വപ്നം. പക്ഷെ എവിടെയോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ചുറ്റുപാടിലുമുള്ള ആൾക്കാരുടെ നിരന്തരമായിട്ടുള്ള പെരുമാറ്റങ്ങളുടെ ഫലം ആയിട്ടോ എവിടെയോ അവൾക്ക് അവളെ തന്നെ നഷ്ടപ്പെട്ട് വേറൊരു പുതിയ ആളുണ്ടാവുകയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു കാറ് വാങ്ങുകയാണ്. കാറ് വാങ്ങിയിട്ട് നമ്മൾ അതിനെ തീരെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, അതിന് വേണ്ട സർവീസസ് കൊടുക്കണില്ല, അതിനെ ക്ലീൻ ചെയ്യണില്ല. നമ്മൾ എന്തെങ്കിലും കഴിച്ചിട്ട് ചോക്ലേറ്റ് കവറാണെങ്കിലും, യൂസ് ചെയ്തിട്ടുള്ള ടിഷ്യൂ പേപ്പേഴ്സ് ആണെങ്കിലും, കഴിച്ചു കഴിഞ്ഞിട്ടുള്ള ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളാണെങ്കിലും എല്ലാം നമ്മൾ ആ കാറിൽ തന്നെ വെക്കുകയാണ്. നെക്സ്റ്റ് ടൈം ഒരു യാത്രക്കാരൻ അതിൽ കയറുന്ന സമയത്ത് വേറൊരു കടലാസ് കഷ്ണം ഇടാനോ, ഒരു ചോക്ലേറ്റ് കവർ ഇടാനോ, ഒരു ടിഷ്യൂ പേപ്പർ കളയാനോ മൂപ്പരിക്കും വലിയ മടിയൊന്നും ഉണ്ടാവില്ല. കാരണം ഓൾറെഡി നിങ്ങളുടെ വണ്ടി അങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ പിന്നെ നിങ്ങൾ നമുക്ക് സൈലൻ്റ് ആയിട്ട് തരുന്ന ഒരു മെസ്സേജും അതാണ്, ഞാൻ ഇത്ര വാല്യൂവേ എൻ്റെ കാറിന് കൊടുക്കുന്നുള്ളൂ, അപ്പം നിങ്ങളും അങ്ങനെ ചെയ്താൽ മതി. നേരെ മറിച്ചാണെങ്കിലും വളരെ നീറ്റായിട്ടുള്ള, വളരെ വെൽ വാക്വംഡ് ആയിട്ടുള്ള, വളരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു വണ്ടിയാണെങ്കിലും വി വിൽ ബി കെയർഫുൾ. സോ അതേ കാര്യം തന്നെയാണ് നമ്മുടെ ലൈഫിലും നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്നത്, വാല്യൂ ചെയ്യുന്നത്, അത് കണ്ടിട്ട് തന്നെയാണ് നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരും അവരെ ട്രീറ്റ് ചെയ്യുന്നത്. നിങ്ങളെപ്പോഴും ബാക്കിയുള്ളവരുടെ മുന്നിൽ നിന്ന് നിങ്ങളുടെ വൈഫിനെ വേദനിപ്പിക്കുകയും കുത്തുവാക്കുകൾ പറയുകയും മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് നിങ്ങളുടെ വൈഫിനെ നിങ്ങൾ തെറ്റിദ്ധരിക്കുകയും അവരോട് ആർഗ്യൂ ചെയ്യുകയും ചെയ്യുമ്പോൾ